റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ആരാണ് ഡെമ്മി ബയേഴ്സ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കാം. ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കോ വ്യക്തിക്കോ വേണ്ടി വലിയ എക്സ്റ്റൻഷൻ ലാൻഡ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിലാണ് സാധാരണയായി ഡെമ്മി ബയേഴ്സിനെ ആഡ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കോ ഒരു വ്യക്തിക്കോ അവരുടെ ഫീസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച് ആ ഭാഗത്ത് ഒരു 20 ഏക്കർ ലാൻഡ് വേണമെന്ന് വിചാരിക്കുക. മേ ബി ഈ 20 ഏക്കറും 20 സെല്ലേഴ്സിന്റെ കയ്യിലായിരിക്കാം. ഈ 20 സെല്ലേഴ്സിന്റെ അടുത്തേക്കും ഒരൊറ്റ ബയ്യർ ചെന്ന് സംസാരിക്കുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ ഉള്ള കാര്യമല്ല. കാരണം നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ, ഒരൊറ്റ ബയ്യർ മാത്രം ചെന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രദേശം മൊത്തം നമ്മൾ വാങ്ങാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ നിലവിലെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ പ്രൈസ് അവർ ചോദിക്കാൻ തുടങ്ങും. ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി സെല്ലേഴ്സിന്റെ അടുത്തേക്ക് ഡെമ്മി ബയ്യേഴ്സിനെ അയക്കും. അവർ ഡയറക്റ്റ് പോയി സെല്ലേഴ്സുമായി നെഗോസിയേഷൻ ചെയ്ത് പ്രോപ്പർട്ടിയുടെ വില നിശ്ചയിച്ച ശേഷം അവർ പറയുന്ന വ്യക്തിക്കോ കമ്പനിക്കോ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണമെന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കും. ഫൈനലി ആ 20 ഏക്കർ ലാൻഡും ഒരു സിംഗിൾ പേഴ്സന്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേരിലോ ആയി മാറും. ഇതുപോലെയാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഡെമ്മി ബയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി റെന്റ് ഔട്ട് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഉണ്ടെങ്കിൽ മാർക്കറ്റിലെ ബെസ്റ്റ് ബയേഴ്സിനെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ ഞങ്ങൾ ടീമുമായി കോൺടാക്ട് ചെയ്യുക.